തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത്, ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കണം. ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുമ്പോഴേ ജനവിധി സർക്കാരിനെതിരാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയും. ഇത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞൊരു അഭിപ്രായമാണ്. കേരളത്തിലെ ഉണ്ടായ ജനവിധി ആകെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായ പ്രതികരണം തന്നെയാണ് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ നില പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഭാവി ജീവിതത്തിന് സഹായകരമല്ലാത്ത ഒരു രാഷ്ട്രീയ നിലയെ എല്ലാവരും പരിഗണിക്കേണ്ടതുണ്ട്. അത് വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും നമ്മുടെ നാടിന് ആപത്താണ്. രണ്ട് വർഗീയതയും ഉയർത്തുന്നത് മതരാഷ്ട്രവാദമാണ്. ഇത് ഇന്ത്യയുടെ മതനിരപേക്ഷ നിലപാടിന് ഒരിക്കലും സഹായകരമാകുന്നതല്ല. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആദ്യം പ്രതികരിച്ചത് ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വന്നത് SDP ആണ്. SDP-യും ജമായത്തെ ഇസ്ലാമിയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും UDF-നോടൊപ്പം സജീവമായി അണിനിരന്നിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളെയും UDF-നോടൊപ്പം സജീവമാക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ രാഷ്ട്രീയം കേരളത്തിൽ വികാസം കൈവരിക്കുന്നത് മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമാവില്ല. അത് ഈ ജനവിധിയെല്ലാം അംഗീകരിക്കുമ്പോഴും എല്ലാ വിഭാഗം ആളുകളുടെയും പരിഗണനയ്ക്ക് വിധേയമാകേണ്ടുന്ന ഒരു പ്രശ്നമാണ്. ചേലക്കരയിലെ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ മനോഭാവം വ്യക്തമാക്കുന്നത് തന്നെയാണ്. പാലക്കാട് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 3-ാം സ്ഥാനത്താണ് ഇടതുപക്ഷം. ജയിച്ച് മുന്നോട്ട് വരുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ വോട്ടിനാണ് UDF അവിടെ വിജയം കൈവരിച്ചതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ കൂടി ഭാഗമാണ് വന്നത് എന്നുള്ളത് ഇതിന്റെ വസ്തുത നമ്മൾ അംഗീകരിക്കണം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥിതി എടുത്ത് പരിശോധിക്കുമ്പോൾ വയനാട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ്. തോൽവി ഉറപ്പായി മുമ്പ് കണ്ടുകൊണ്ടുള്ള ഒരു നിലയാണല്ലോ അവിടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി എടുക്കാൻ കഴിഞ്ഞു. എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കില്ല. അതാണ് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം. അത് മുൻകൂട്ടി തന്നെ എന്നാലും നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. വയനാടിന്റെ പ്രശ്നം ആലോചിക്കുമ്പോൾ 2019 രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, 2024 രാഹുൽ ഗാന്ധി മത്സര സമയത്ത് കിട്ടിയ വോട്ട്, ഇപ്പോഴത്തെ വോട്ട്, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ട്, ഈ 3 വോട്ടിന്റെയും എണ്ണം പരിശോധിക്കുന്ന സമയത്ത് താരതമ്യേന കുറവാണ്. 2019 നിന്ന് 2024 കുറഞ്ഞു. 2024 നിന്ന് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും UDF-ന് ലഭിച്ച വോട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷത്തിൽ വർധനവുണ്ട്. അത് സ്വാഭാവികമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യാവുന്ന മുഴുവൻ വോട്ട് സമാഹരിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ സ്ഥിതി. അത് ഭാവിയിലുള്ള കേരളത്തിന്റെ ഭാവി തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് പ്രതിഫലിക്കാൻ പോകുന്നില്ല. ഇതാണ് പൊതുസ്ഥിതി. എല്ലാ ജനവിഭാഗങ്ങളുടെയും ചിന്തയ്ക്ക് വിഷയമാകേണ്ടുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വർഗീയതയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ഉയർത്തുന്നുണ്ട്.
അത് ജനങ്ങൾ പരിഗണിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പാലക്കാട് വിജയം നിങ്ങൾ അംഗീകരിക്കുന്നു പറയുന്നു, പക്ഷേ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും അംഗീകരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. കൊടുക്കാണ്. അംഗീകരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ? ജനവിധി പൊതുവെ ഞാൻ അംഗീകരിക്കുന്നു. ഇതിന്റെ മൊത്തം ക്രെഡിറ്റ് SDPIക്കും ജമാഅത്ത് ഇസ്ലാമിക്കും ഒക്കെ കൊടുക്കുക എന്നില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. സോറി, നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചതെങ്കിൽ നിങ്ങളത് തിരുത്തണം. ഈ സഖ്യം കൂടി വന്നതിന്റെ വിജയമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ സഖ്യത്തിന് പ്രധാനപ്പെട്ട പങ്ക് ഇക്കാര്യത്തിലുണ്ട്. അതല്ലാതെ ഇവർ വന്നതുകൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സഖ്യം കേരളത്തിൽ ഉടനീളം രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിലും ഈ വർഗീയ കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. അതാണ് ഒരു മഴവിൽ സഖ്യം എന്നൊക്കെ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഈ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന് ശരിയല്ലാത്ത നിലയിൽ വ്യാഖ്യാനിക്കരുത്. ഞാൻ പറയുന്നത് ശരിയായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം എന്ന് നിലപാടാണ്. അതെല്ലാം നമുക്ക് പരിശോധിക്കാം. പ്രചരണത്തിൽ അതെല്ലാം നമുക്ക് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ ബോധത്തെ നിങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യാം. താങ്കൾ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യല്ല. അത് ഞങ്ങൾക്ക് വിടും. കമ്മ്യൂണിസ്റ്റ് ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരാണല്ലോ. ഞങ്ങളെല്ലാം വിമർശനം അതുകൊണ്ടാണല്ലോ കേൾക്കുന്നത്. പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടിയെയോ പാർട്ടി നേതൃത്വത്തെയോ വിമർശിക്കാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിക്കോ. വിമർശനം വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യും. അതാണ് ആ കാര്യത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പത്രത്തിന്റെ പരസ്യത്തിന്റെ പ്രശ്നം എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. പരസ്യത്തിന്റെ ഇല്ല രണ്ട് പത്രത്തിൽ മാത്രമല്ല പരസ്യം കൊടുത്തത്, പല പത്രങ്ങൾക്കും പരസ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരസ്യം കൊടുക്കാറുണ്ട്. ആ പരസ്യത്തിന്റെ കാര്യം നിങ്ങൾക്ക് വിമർശനമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. അത്രയല്ലേ അതിന്റെ പ്രശ്നമുള്ളൂ. അതുപോലെ ഈ ചേലക്കരയിൽ കഴിഞ്ഞ തവണ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ 12,000 വോട്ടിന്. അപ്പൊ അവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഒരു തെളിവാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. അത് UDF അവകാശപ്പെടാം, താങ്കൾക്ക് അവകാശപ്പെടാം, താങ്കൾക്ക് അവകാശപ്പെടാം. അത് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് അവകാശപ്പെടാം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു ഭൂരിപക്ഷം? 5000 വോട്ടല്ലേ ഭൂരിപക്ഷം? ഏറ്റവും വലിയ ജനകീയ അംഗീകാരമുള്ള രാധാകൃഷ്ണൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിലും വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ? 2020 അതിപ്പോ സമീപകാലം നടന്ന തെരഞ്ഞെടുപ്പല്ലേ? അതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചല്ലോ. അങ്ങനെ കുറഞ്ഞത് ഇതിനുള്ള പ്രശ്നമാണെങ്കിൽ വർദ്ധിച്ചത് അതിന്റെ അംഗീകാരമായിട്ട് കാണണ്ടേ? ഞാൻ ഭൂരിപക്ഷം താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ അഭിപ്രായം അല്ല പറയുന്നത്. താങ്കൾ പറഞ്ഞ ഈ ചോദ്യത്തിനാണുള്ള ഉത്തരമാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പ്രവർത്തിക്കുന്നത്. ആ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വിമർശനം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിച്ചോ. ആ വിമർശനങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് ബോധത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാം, വിമർശിക്കാം. സരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, കാരണം അദ്ദേഹം പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു വന്നൊരു നേതാവല്ല. കൊടുങ്ങനെ വരുന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്ന ഒരാൾ കൊടുങ്ങനെ വരുന്നു, അദ്ദേഹത്തെ പാർട്ടി ചിഹ്നങ്ങൾ നൽകാതെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഇതെല്ലാം തിരിച്ചടിയായില്ലേ? സരിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടി അല്ല എന്ന് മാത്രമല്ല, സരിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുതൽക്കൂട്ടായിട്ട് മാറുകയാണ്. വരാൻ പോകുന്ന ഭാവി കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ സരിനുണ്ടാകും. അതിനനുസരിച്ചുള്ള നിലപാട് അദ്ദേഹം എടുക്കും. കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ സരിൻ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിശ്ചയമായിട്ടും സരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗിക്കും. സരിൻ സ്ഥാനാർത്ഥിയെ വന്നതിന് ശേഷം സരിന്റെ വോട്ട് വർദ്ധിച്ചിട്ട്, ഇടതുപക്ഷ ജനാധിപത്യയുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ പാലക്കാട് മണ്ഡലത്തിൽ. ഇതാണ് നില. അതുകൊണ്ട് അതിന് മറ്റൊരു വ്യാഖ്യാനം ഉണ്ടാകേണ്ടതില്ല. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾക്കൊരു പശുവും ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അഭിപ്രായം. നിങ്ങൾ എന്നെ ചോദിക്കല്ല, ബാക്കിയുള്ളവരും കൂടി ചോദിക്കട്ടെ. എല്ലാരും കൂടി നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള പത്രക്കാരൊക്കെ ഉണ്ടല്ലോ. തമ്മിലുള്ള വോട്ടിന്റെ അന്തരം വളരെയധികം കുറഞ്ഞു. ഒരു ചെറിയ വ്യത്യാസം എവിടെ? പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിട്ടുള്ള വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJPയും LDFും തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഒരു ചിഹ്നമുള്ള ഒരു LDFന്റെ ഒരു
ആ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ CPM-ൽ തന്നെയുള്ള ഒരു നേതാവ് മത്സരിച്ചത് ഒരുപക്ഷെ 2ാം സ്ഥാനത്ത് എത്താമായിരുന്നില്ലേ? അങ്ങനെ ഒരു സ്വയം വിമർശനം നടത്താൻ അങ്ങനെയൊക്കെ ഓരോ വിമർശനം ഉന്നയിക്കും. അത് നമുക്ക് വിമർശിക്കാം, ഭാവി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പരിശോധിക്കാം. ഞങ്ങൾ എടുത്തിട്ടുള്ള ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ള ഞങ്ങളുടെ സമീപനത്തിൽ ഞങ്ങൾ അടവുപരമായി എടുത്തിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും ബശകുണ്ടോ, അതൊക്കെ നിങ്ങൾ വിമർശിച്ചോ. അതെന്തെങ്കിലും ഞങ്ങളെടുത്ത നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ പാലക്കാടിന്റെ അന്തരീക്ഷത്തിൽ സരിൻ തന്നെയായിരുന്നു ഉചിതമായ സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷങ്ങളുടെ അഭിപ്രായം, CPM-ന്റെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ട് മറിച്ചൊരു നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നില്ല. സരിൻ ശരിയായ സ്ഥാനാർത്ഥി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പിന് ഫലത്തിന് ശേഷവും ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് സീറ്റ് കിട്ടി. അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വർഗീയതയ്ക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു. അപ്പോൾ BJP ഒരു തരത്തും അവർ പ്രതീക്ഷിച്ചൊരു മേൽക്കൈ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെ എങ്ങനെയാണ് ഇടതു മുന്നണി കാണുന്നത്? BJP-ന്റെ പരാജയത്തിന് സന്തോഷം തന്നെയാണ്. BJP-യുടെ പരാജയം BJP ഒരു തരത്തിൽ ഉയർന്നു വരട്ടെ. ഇവിടെ നേമം മണ്ഡലത്തിൽ BJP എങ്ങനെയാണ് ജയിച്ചത്? UDF-ന്റെ സഹായത്തോടുകൂടിയല്ലേ അന്ന് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. ആ സ്ഥാനാർത്ഥിയെ പിന്നെ ഇവിടെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുൻകൈയല്ലേ, തിരുവനന്തപുരത്തുണ്ടായ രാഷ്ട്രീയ നിലപാടല്ലേ അത്. അപ്പോ ഈ BJP രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെ ദുർബലപ്പെടുത്തുന്ന ചില വർഗീയ നിലപാടുകൾ UDF-മായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ വിമർശിക്കുന്ന ഒരു പ്രശ്നം. ആ വിമർശനം ഭാവിയിൽ ഞങ്ങൾ ഉയർത്തും. എന്നിട്ട് ഒരു ശരിയായ നിലപാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വനിതാ നേതാക്കളുടെ മുറിയിലൊക്കെ കയറി നടത്തിയ റെയ്ഡ് കേട്ടുകേൾവി പോട്ടെ, നമുക്ക് അതിന്റെ അതൊക്കെ പിശകായി പോയില്ലേ? നിയമപരമായി പരിശോധിക്കട്ടെ എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണോ? അത് അബദ്ധമായി പോയില്ലേ? അല്ല, അതൊക്കെ പരിശോധിക്കട്ടെ. നിയമപരമായ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടല്ലോ. നിയമപരമായി നടത്തുന്ന പരിശോധനയിൽ വരുന്ന വിഷയങ്ങൾ നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ആ പ്രശ്നത്തെ എടുത്താൽ മതി. ഈ പാലക്കാട് BJP-യുടെ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനമുണ്ടോ? അത് പരിശോധിക്കണം. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ തന്നെ പരിശോധിക്കണം. BJP-ന്റെ വോട്ട് BJP-ന്റെ പഴയ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതെങ്ങനെ ഇതിൽ മാറ്റം വന്നു എന്നുള്ളത് പരിശോധിക്കണം. കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് തന്നെ ഈ രണ്ട് വർഗീയതയും ഉപയോഗിക്കുന്ന നിലപാട് ആരോപണമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആ അനുഭവത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ പാലക്കാട്ടുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവും ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. BJP-യുടെ വോട്ട് മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ, അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള അന്തർധാര എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ അതെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. അത് പരിശോധിക്കട്ടെ. ഞങ്ങളല്ല, CPM അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് വേണമെങ്കിൽ BJP വോട്ട് UDF-ന് മറിച്ചു എന്നുള്ളത് യഥാർത്ഥത്തിൽ BJP-യുടെ വോട്ട് പറഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിപ്പോ ആർക്കും അറിഞ്ഞാലും അതിലൊരു പോസിറ്റീവായിട്ടല്ലേ കാണുന്നത്. അത് എന്താണ് പരാമർശം എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. CPM-ന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രതികരണം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഞാൻ നേരിട്ട് കേൾക്കാത്തത് കൊണ്ട് താങ്കളുടെ ഈ ചോദ്യത്തിന് അങ്ങനെ മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ഭരണത്തിന് വിലയിരുത്തലിന് അനുകൂലമാണല്ലോ ഈ വിധി. അതല്ലേ ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം. അതല്ലേ കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. AICC സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പറഞ്ഞു, ചേലക്കര മണ്ഡലം തോൽക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് തോറ്റെങ്കിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായ ജനവിധിയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഷയാണ് പറഞ്ഞത്. അതിപ്പോ ബോധ്യമില്ലേ? ചേലക്കരയുടെ വിജയത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ജനങ്ങൾ എന്ന നിലപാട് സ്ഥിരീകരിക്കപ്പെട്ടല്ലോ. കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ തന്നെ. സ്വന്തം സംശയം ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷെ ഈ അവരുടെ വിജയത്തിന്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ UDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ, പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന കാര്യങ്ങൾ, BJP പുറത്ത പ്രശ്നങ്ങൾ, അതിന് കേരളത്തിലെ മാധ്യമ സമൂഹം എത്രത്തോളം പ്രചരണം കൊടുക്കുന്നുണ്ട്. ഈ പ്രചരണം 2ാം പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് മുതൽ മാധ്യമങ്ങളുടെ ഈ സംഘടിതമായ പ്രചാരവേല നടക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ സ്വാധീനം ചെലുത്തുമല്ലോ.
അങ്ങനെയുള്ള ഒരു പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സാഹചര്യം അതുകൊണ്ട് തോൽക്കുമെന്നല്ല ഞാൻ പറയും. അതുകൊണ്ട് അതാണ് എല്ലാത്തിനെയും തോൽവി വിജയത്തെയൊക്കെ ആശ്രയിക്കുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് അത്തരമൊരു നീക്കവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ അതിജീവിച്ചല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. ഭാവിയിലും അത്തരം പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നല്ല സഹകരണത്തോടു കൂടി തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ.